വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കിഡിലൻ ടേസ്റ്റുള്ള കോഫി കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളൊരു കോഫി ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. ഓവൺ ഒന്നും വേണ്ട. നമ്മൾ അടുപ്പത്ത് ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. 1 kg ആണ് ഈ കേക്കിൻ്റെ വെയിറ്റ് വരിക. ഇതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര മുഴുവനായിട്ട് ഒറ്റയടിക്ക് ചേർക്കരുത്. കുറച്ചായിട്ട് ഇട്ടിട്ട് ഈ മുട്ട നന്നായിട്ട് പതയുന്ന വരെ നമുക്ക് അടിച്ചിട്ടെടുക്കാം. മുട്ട പതഞ്ഞ് വരുന്ന സമയത്ത് മുട്ടയുടെ കളർ മാറിയിട്ട് ഒരു ക്രീമിഷ് വൈറ്റ് കളർ പീക്സ് ആയിട്ട് വരും. ഈ ഒരു പാകത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിൻ ചേരുവ കോഫിയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നെസ്കഫെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ അത് ഇൻസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചൂടുള്ള പാലോ അല്ലെങ്കിൽ തണുത്ത പാലോ ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ഉപയോഗിക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 1/2 കപ്പ് ഓയിലും ഇതിലേക്ക് ചേർക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ആ മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ്. അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ചറിൻ്റെ കളറും ഇപ്പം നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ വേറൊരു പാത്രത്തിൽ അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്. ഫ്ലേവർ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. കളറിന് വേണ്ടിയിട്ടാണ്. കേക്കിന് ആ ഒരു കോഫി കളർ കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിന് ബേക്കിംഗ് സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ മാത്രം മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞിട്ടെടുക്കാം. ഈ ഒരു മിക്സ്ചർ നിങ്ങളൊരു 2-3 തവണ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേരുവകളൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇങ്ങനെ ഇടഞ്ഞെടുത്ത മിക്സ്ചർ പകുതി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഞാനിപ്പം വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് പതുക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. കേക്ക് ചുട്ടെടുക്കാനായിട്ട് ഞാൻ 7 ഇഞ്ച് വായവട്ടമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയും ഈ ഒരു പാത്രത്തിൻ്റെ അകത്തും ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇനി നമുക്കിത് മൂടിയിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പഴയ പാന് വെച്ചിട്ടുണ്ട്. ഏത് പാന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ പാൻ ഒന്ന് ചൂടാക്കുക. പാന് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രം വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഈ പാനിൻ്റെ മേലെ വെക്കുന്നതുകൊണ്ട് ചൂട് നല്ല ഈവണായിട്ട് തന്നെ കേക്കിൻ്റെ മേലെ കിട്ടും. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ മൂടി ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഒരു വെയിറ്റും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ആവാൻ എടുക്കുന്ന സമയം. ബേക്കായി കഴിഞ്ഞാൽ മുകൾ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ടൂത്ത് പീക്ക് എടുത്ത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് മാക്ടോപ്പ് അല്ലെങ്കിൽ രാമയാണ്. ഇത് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിൽ പ്രത്യേകം ഷുഗറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ ക്രീമിൽ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നെസ്കഫേൻ്റെ കോഫി പൗഡർ തന്നെയാണ് ഇതും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്കിതൊന്നും കൂടെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ക്രീം സോഫ്റ്റ് പീക്കായിട്ടാണുള്ളത്. ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ ഈ കോഫീൻ്റെ മിക്സ്ചർ ഇതിൽ ചേർക്കാനായിട്ട്. അതിനുശേഷം നല്ല സ്റ്റിഫ് പീക്കാവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കോഫി ഫ്ലേവറും നമ്മുടെ ക്രീമിന് കിട്ടും. ചെറിയൊരു കളർ ഡിഫറൻസും ഉണ്ടാവും. പിന്നെ നമ്മുടെ പാകത്തിനായി കിട്ടുകയും ചെയ്യും. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ക്രീം വേണ്ടത്. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഒരു സ്പാച്ചില കേക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്കിനെ പാത്രത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ അടിയിൽ വിരിച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ പേപ്പർ നമുക്ക് കേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്തു കളയാം. നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിനെ ലെവൽ ചെയ്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. കേക്ക് ലെയർ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് പറ്റും. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷുഗർ സിറപ്പിലാണ് ഈ കോഫി കേക്ക് സോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഓൾറെഡി നമ്മുടെ കേക്ക് കോഫി ഫ്ലേവേർഡ് ആണല്ലോ, അപ്പോൾ പിന്നെ അത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് ബോർഡിലാണോ കേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത് അവിടെ കുറച്ച് ക്രീം ഒഴിക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ക്രീമും കൂടെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ ഞാൻ എപ്പോഴും അടിഭാഗമാണ് വെക്കാറുള്ളത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ലെവലായിട്ടുള്ള ടോപ്പ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് കോട്ട്, അതായത് ഒരു നേരിയ ക്രം കോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ ക്രംസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്രീമിൽ മിക്സ് ആവും. അതുകൊണ്ട് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടില്ല. ഇങ്ങനെ ഒരു ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം കേക്ക് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ക്രീം കേക്കിൻ്റെ മുകളിലിട്ടിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്രം കോട്ടുള്ള സമയത്ത് നമ്മുടെ ക്രീമിൽ ആ കേക്കിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഐസിങ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. നല്ല ക്ലീൻ ആയിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. കേക്കിൻ്റെ മുകൾ ഭാഗം സൈഡിലൊക്കെ ഞാൻ ക്രീം തേച്ച് ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ടോപ്പ് പോർഷന് ഒന്നും കൂടെ ലെവൽ ചെയ്യാണ്. എഡ്ജസൊക്കെ ഒന്ന് ഷാർപ്പാക്കിയിട്ട് എടുക്കുകയാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. ഓരോ തവണയും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ സ്പാച്ചുല വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒരു അരിപ്പയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മേലെ ഒന്ന് ഡസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കൊക്കോ പൗഡർ ഇടണ്ട, വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ലൊരു കോഫീൻ്റെ ലുക്ക് കിട്ടും. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ കേക്ക്. ഞാനിപ്പം ബാക്കി കുറച്ച് ക്രീമും കൂടെ ഉണ്ടായിരുന്നു, അതൊരു ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നതിന് പകരം കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ പോരെ എന്നുള്ളത്. നമ്മളങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ കേക്കിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തട്ടുമ്പം ആ ഒരു കോഫി പൗഡർ മെൽറ്റായി ക്രീമിൽ മിക്സായി പോകും. അതുകൊണ്ടാണ്. ഇത്രയുള്ള പരിപാടി. കേക്ക് റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്